നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ജെൻഡർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് മാരേജ് എന്നാണ്. നമ്മൾ തൊട്ട് മുൻപത്തെ യൂണിറ്റില് കുടുംബത്തെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കുടുംബം, അതിന്റെ വിവിധ ഫോമുകൾ, കുടുംബത്തിന്റെ ധർമ്മം തുടങ്ങിയ കാര്യങ്ങൾ, അതിലൂടെ ജെൻഡർ എന്ന ഒരു കോൺസെപ്റ്റ്, സ്ത്രീകളുടെ നില എങ്ങനെയാണ് രണ്ടാം ലിംഗം എന്ന പദവിയിലേക്ക് മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് മാരേജിനെ കുറിച്ചാണ്, വിവാഹത്തെ കുറിച്ച്, വിവാഹത്തിന്റെ ധർമ്മങ്ങൾ, അതുപോലെ വിവാഹത്തിന്റെ വിവിധ ഫോംസ് ഓഫ് മാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി ഇതൊരു ഹിസ്റ്ററി എന്നതിനേക്കാൾ ഉപരി സോഷ്യോളജിയോട് സാമ്യമുള്ള, ബന്ധമുള്ള കുറെ ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള, അല്ലെങ്കിൽ ഇപ്പോ നമുക്കൊരു രാജ്യത്തിനും സമൂഹത്തിനും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്ത്രീയും പുരുഷനും എന്ന ആ ഒരു നിർവചനത്തിലേക്ക് നമുക്ക് ഈ ഒരു ഡെഫിനിഷനെ കൊണ്ടുവരാൻ പ്രയാസമുള്ളത് കൊണ്ട് നമുക്ക് വിവാഹം എന്നത് രണ്ടു വ്യക്തികൾ തമ്മിൽ ഉള്ള സാമൂഹികവും നിയമപരവും മതപരവുമായിട്ടുള്ള അംഗീകൃതമായ സ്ഥിര ബന്ധമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ കുടുംബത്തിന്റെ രൂപീകരണത്തിനും സമൂഹത്തിന്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. തിരിച്ചറിയപ്പെട്ട, അംഗീകരിക്കപ്പെട്ട ഒരു ബോണ്ടാണ് മാരേജ് എന്ന് പറയാം. ആ വ്യക്തികള് ഓരോ സമൂഹത്തിനനുസരിച്ചിട്ട് സ്ത്രീയും പുരുഷനുമാകാം, അല്ലെങ്കിൽ ചില രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹങ്ങളൊക്കെ അനുവദനീയമായിട്ടുള്ള പല സമൂഹങ്ങളുണ്ട്. ഇപ്പൊ ചുരുക്കത്തില് രണ്ട് പങ്കാളികൾ, രണ്ട് വ്യക്തികൾ, അവർക്കിടയിലുള്ള ഒരു ബോണ്ടിനെയാണ്, അംഗീകൃതമായിട്ടുള്ള ബോണ്ടിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത്. സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള എഡ്വേർഡ് വെസ്റ്റ്മാർക്ക് വിവാഹത്തെ സമൂഹം അംഗീകരിച്ച ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് എന്ന് ആണ് നിർവചിക്കുന്നത്. അപ്പൊ ഇതിലൂടെ ഇരു കൂട്ടർക്കും അവകാശങ്ങളും അവരുടെ കുട്ടികൾക്ക്, അവരിൽ ജനിക്കുന്ന കുട്ടികൾക്കും അവകാശങ്ങളും കടമകളും ഒക്കെ രൂപപ്പെടുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഈ മാരേജ് എന്നതിന്റെ ഒരു ധർമ്മമായിട്ട് നമ്മൾ പറയുന്നത് പ്രൊക്രിയേഷൻ, പ്രത്യുൽപാദനം തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിലൊന്നാണ് പ്രത്യുൽപാദനം. പ്രത്യുൽപാദനം സാധ്യമാവണമെങ്കിൽ ഇണകൾ ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിരിക്കണം. അപ്പൊ വിവാഹത്തിന്റെ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിവാഹത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതാണ് വിവാഹം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എഡ്വേർഡ് വെസ്റ്റ്മാർക്കിന്റെ വിവാഹത്തെ കുറിച്ചുള്ള ഡെഫിനിഷനിൽ നമ്മൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്ന് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ആധുനികമായിട്ടുള്ള ഒരു ഡെഫിനിഷനിൽ സ്ത്രീയും പുരുഷനും എന്ന് പറയുമ്പോൾ പലപ്പോഴും അങ്ങനെ അല്ലാത്ത വിവാഹങ്ങളും നടക്കുന്നു. അവിടെ വിവാഹത്തിന്റെ ധർമ്മത്തിൽ നിന്ന് ആ പ്രൊക്രിയേഷൻ അങ്ങ് മാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ടൈപ്സ് ഓഫ് മാരേജ്, വിവാഹം എത്ര തരമുണ്ട് എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഏക ഭാര്യ അല്ലെങ്കിൽ ഏക ഭർത്തൃ വിവാഹം, മോണോഗമി അല്ലെ. മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ ഒരേ സമയം ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരേ സമയം ഒരു പുരുഷനെ മാത്രം വിവാഹം കഴിക്കുന്നതാണ് മോണോഗമി എന്ന് പറയുന്നത്. ഏകഭാര്യത്വം അല്ലെങ്കിൽ ഏകഭർത്തൃത്വം എന്നൊക്കെ പറയാം. അപ്പൊ ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം നിലനിൽക്കുന്ന ഒരു സിസ്റ്റം, മാരേജിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്, മോണോഗമിയാണ്. ഒരു പങ്കാളി മാത്രമുള്ള ഒരു അവസ്ഥ. അപ്പൊ കുടുംബത്തില് സ്ഥിരതയും ഐക്യവും ഒക്കെ നിലനിർത്താൻ ഈ മോണോഗമി സഹായകമാണ്. അതുപോലെ അതിൽ ജനിക്കുന്ന കുട്ടികളുടെ പരിപാലനം കൂടുതൽ ഉറപ്പുറ്റതാക്കാൻ സഹായകമായിട്ടുള്ളതും ഇത് തന്നെയാണ്. ദെൻ ഇവിടെ നിയമപരമായിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് ഒക്കെ കുറവായിരിക്കും എന്ന ഒരു പ്രത്യേകത കൂടി ഈ മോണോഗമിക്ക് ഉണ്ട്. ഇനി ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ശക്തമാക്കാനും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും ഒക്കെ, അതുപോലെ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്താനും ഒക്കെ സഹായകമായിട്ടുള്ളത് ഏതാണ്? മോണോഗമി തന്നെയാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളിഗമിയാണ്. പോളിഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം പങ്കാളികൾ, ഒരു ഭർത്താവ് ഒന്നിലധികം ഭാര്യമാരെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒന്നിലധികം ഭർത്താക്കന്മാരെയോ ഒക്കെ സ്വന്തമാക്കുന്ന അവസ്ഥയാണ് നമ്മൾ പൊതുവെ പോളിഗമി എന്ന് പറയാറുള്ളത്. എന്നാൽ അതിൽ നമ്മൾ കുറച്ചുകൂടി പെക്യൂലിയർ ആയിട്ട് രണ്ട് ടേംസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. മോണോഗമി എന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാവുന്നതാണ് പോളിഗമി എന്ന് പറയാറുണ്ട്. പക്ഷെ എങ്കിലും അവിടെ പങ്കാളി ആരാണ്, സ്ത്രീയാണോ പുരുഷനാണോ എന്നതിനെ ഒന്നിലധികം പങ്കാളികൾ ഉള്ളതിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ രണ്ടു പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തേത് പോളിഗിനി, അതായത് ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനാണ് പോളിഗിനി എന്ന് പറയുന്നത്. നമുക്ക് ബഹുഭാര്യത്വം എന്ന് നമ്മൾ പറയാറില്ലേ,
കൂടുതൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഈ രാജ കുടുംബങ്ങളിലും രാഷ്ട്രീയ സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ചരിത്രത്തിലൊക്കെ കാണാറുണ്ട്. രാജാക്കന്മാരൊന്നിലധികം പല വിവാഹങ്ങൾ കഴിക്കുന്നതൊക്കെ അല്ലെ. ഇപ്പൊ സെലൂക്കസ് നിക്കേറ്ററിന്റെ പുത്രിയെ ചന്ദ്രഗുപ്ത മൗര്യൻ വിവാഹം കഴിക്കുന്നതും അത് ആ ഒരു നയതന്ത്ര ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടി വിവാഹം കഴിക്കുന്നതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഭാര്യമാരെ സ്വന്തമാക്കുന്നത്, അത് സന്താന ലബ്ധിക്ക് വേണ്ടിയുള്ള താല്പര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാറുണ്ട്. അപ്പൊ ഇത് സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഈ ഒരു പോളിഗിനിക്ക് പുറകിലുണ്ട്. അപ്പൊ ഇതിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിഗിനി സമൂഹത്തില് മോണോഗമി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നിലനിൽക്കുന്ന സിസ്റ്റം ഏതാണ്? പോളിഗിനിയാണ്. ഓക്കെ, ഇനി പോളിയാൻഡ്രി ആണ് മറ്റൊരു സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ റെയർ ആയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നതാണ് പോളിയാൻഡ്രി എന്ന് പറയുന്നത്. അപ്പോ പോളിയാൻഡ്രിയുടെ ഒരു റീസൺ മിക്കവാറും നമ്മുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു മാട്രിയാർക്കൽ സിസ്റ്റത്തില് ഭൂമി വിഭജനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോളിയാൻഡ്രി ഫോളോ ചെയ്യുന്നത്. അത് ജനസംഖ്യാ നിയന്ത്രണത്തിനും സാമ്പത്തിക കാരണങ്ങളാലും ഒക്കെ പോളിയാൻഡ്രി, അതായത് ഒന്നിലധികം പുരുഷന്മാരെ, എസ്പെഷ്യലി സഹോദരന്മാരെല്ലാം കൂടെ ഒരു സ്ത്രീയെ, നമ്മള് പാഞ്ചാലിയെ അല്ലെ, ദ്രൗപദിയെ പാണ്ഡവന്മാർ വിവാഹം കഴിച്ചത് നമ്മള് മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയും, മഹാഭാരതത്തിൽ അതിന് വേറെ കാരണമാണ്. പക്ഷെ എങ്കിൽ പോലും പൊതുവെ പിൽക്കാലത്ത് ചില ഗോത്രങ്ങൾക്കിടയിൽ ഈ ഒരു വിവാഹ രീതി നിലനിന്നിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ സ്വത്ത് കൈമാറ്റം അല്ലെങ്കിൽ വിഭജിച്ചു പോകാതിരിക്കാൻ. കാരണം ഈ 5 ആൺമക്കളാണെങ്കിൽ 5 ആൺമക്കളാനും സന്താനോൽപാദനം നടത്തുന്നത് ഒറ്റ സ്ത്രീയിലാവുമ്പോൾ ആ സമ്പത്ത് അവിടെ വീണ്ടും വിഘടിച്ചു പോകാതെ അല്ലെങ്കിൽ വിഹിതം വെച്ച് പോകാതെ അത് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയില് ടോഡ വിഭാഗത്തിനിടയിൽ ഈ ഒരു രീതി നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രീതിക്ക് അത്ര പ്രചാരം ഇല്ല. ഇനി മറ്റൊന്നാണ് ഗ്രൂപ്പ് മാരേജ് ആണ്. ഒന്നിലധികം പുരുഷന്മാരും സ്ത്രീകളും ഒരേ കുടുംബ യൂണിറ്റായി ജീവിക്കുന്ന ഒരു രീതിക്കാണ് നമ്മൾ ഗ്രൂപ്പ് മാരേജ് എന്ന് പറയുന്നത്. വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു രീതി ആഫ്രിക്കൻ ഗോത്രവർഗങ്ങൾക്കിടയിലൊക്കെ കാണപ്പെടുന്നുണ്ട് എന്നാണ് സോഷ്യോളജിസ്റ്റുകളുടെ അഭിപ്രായം. ഇനി മാരേജിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് കുടുംബ രൂപീകരണമാണ്, ഫോർമേഷൻ ഓഫ് ഫാമിലി. ഒരു കുടുംബം രൂപീകരിക്കുക എന്നുള്ളതാണ്. വിവാഹത്തിലൂടെയാണ് കുടുംബങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അച്ഛൻ, അമ്മ, അവർക്ക് ജനിക്കുന്ന കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അവർക്ക് ജനിക്കുന്ന കുട്ടികൾ, അങ്ങനെ അച്ഛൻ, അമ്മ, മക്കൾ എന്ന ഒരു കുടുംബം അവിടെ ഫോം ചെയ്യപ്പെടുന്നു. ഇനി മാരേജിന്റെ രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത് പ്രൊക്രിയേഷൻ ആണ്, സന്താനോൽപാദനം. സമൂഹം അംഗീകരിച്ച രീതിയിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള, അവരെ വളർത്താനുമുള്ള ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹേതര ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗീകാരം ലഭിക്കാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ലീനിയേജ് ഒക്കെ സംരക്ഷിക്കപ്പെടുന്നതിന് വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്കാണ് ലെജിറ്റമസി ഉണ്ടാകുന്നത്. ദെൻ കുട്ടികളുടെ സോഷ്യലൈസേഷൻ, സാമൂഹീകരണത്തിന്റെ ഒരു ഉപാധി കൂടിയാണ് വിവാഹം. എസ്പെഷ്യലി അത് ഫാമിലിയാണ്. പക്ഷെ ഫാമിലി കെട്ടിപ്പടുക്കുന്നത് ത്രൂ ദ മാരേജ്. അതുകൊണ്ടാണ് നമ്മൾ സോഷ്യലൈസേഷന്റെ ഘടകമായിട്ട് മാരേജിനെ പറയുന്നത്. കുട്ടികൾക്ക് ഭാഷയും സംസ്കാരവും മതവും മൂല്യങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ നമ്മൾ ലഭിക്കുന്നത് കുടുംബത്തിലൂടെയാണ്. ഈ കുടുംബങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ത്രൂ മാരേജ്. അപ്പൊ അതുകൊണ്ട് ദെൻ റെഗുലേഷൻ ഓഫ് സെക്ഷൽ ബിഹേവിയർ, ലൈംഗിക ചോദനകളുടെ, ചേഷ്ടകളുടെ ഒരു കൺട്രോള്, ഒരു നിയന്ത്രണം ഉണ്ടാകുന്നത് ഈ പറയുന്ന വിവാഹത്തിലൂടെയാണ്. അപ്പോൾ സാമ്പത്തിക സഹകരണമാണ് മറ്റൊന്ന്, അതായത് എക്കണോമിക് കോപ്പറേഷൻ. ഭാര്യയും ഭർത്താവും കുടുംബത്തിന്റെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സമ്പത്ത് ചെലവഴിക്കാൻ ഈ കുടുംബം എന്ന കെട്ടുറപ്പ് സഹായകമാകുന്നുണ്ട്. മറ്റൊരാൾക്ക് സമ്പത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിലൊരു നഷ്ടമാണെന്നൊരു തോന്നൽ ഉണ്ടാകുന്ന അത്തരം ചിന്താഗതികളൊന്നും ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പിനകത്ത് കുട്ടികൾക്ക് വേണ്ടി പണം മുടക്കുന്നതിന്, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് വേണ്ടി പണം മുടക്കുന്നതിന് കുട്ടികൾക്കും തിരിച്ചൊരു പ്രയാസം അനുഭവപ്പെടാത്ത ഒരു സാമ്പത്തിക സഹകരണം ഇത്തരം കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു. ദെൻ മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് മറ്റൊന്ന്. പിന്തുണ ലഭിക്കുന്നത്, സ്നേഹം, സുരക്ഷിതത്വ ബോധം, വിശ്വാസം, പരസ്പര സഹകരണം,
എന്നീ മൂല്യങ്ങളെല്ലാം തന്നെ കുടുംബങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരം മൂല്യങ്ങളൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്യപ്പെടുന്നത് മാരേജിലൂടെ ആയതുകൊണ്ട് മാരേജിന്റെ ഒരു ധർമ്മമായിട്ട് നമ്മൾ ഒരു ഇമോഷണൽ ഫങ്ഷനെയും പറയാറുണ്ട്. ദെൻ പാരമ്പര്യവും സ്വത്തവകാശവുമാണ്. ഈ ലീനിയേജ് അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്ത് ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നത് മാരേജിലൂടെയാണ്. സോഷ്യൽ കൺട്രോൾ ആണ് മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ മൂല്യങ്ങളും ആചാരങ്ങളും എല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് വിവാഹം സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് അത് പ്രാചീന ഇന്ത്യയിലെ വിവാഹ രീതികളെ കുറിച്ചാണ്. പ്രാചീന ഇന്ത്യയിലെ വിവാഹം എന്ന് പറയുന്നത് അത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. മതങ്ങളുമായിട്ടും അതുപോലെ പ്രാചീന സംസ്കാരവുമായിട്ടൊക്കെ. അടുത്തത് ആർഷവിവാഹമാണ്. ആർഷവിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭാരതീയ ചിന്തയില് തത്വശാസ്ത്രത്തില് ഒരു പുരുഷായുസിനെ 4 ആശ്രമങ്ങളായിട്ട് പറയാറുണ്ട്. അതായത് ആദ്യത്തെ 25 വർഷം ബ്രഹ്മചര്യം, രണ്ടാമത്തെ 25 വർഷം അതായത് 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമം, കുടുംബവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലൗകിക ജീവിതത്തില് ഉള്ള 25 വർഷങ്ങൾ. അപ്പോൾ 50 വയസ്സായി കഴിഞ്ഞാൽ ഈ ലൗകിക ജീവിതത്തിൽ നിന്നുള്ള ഒരു റിട്ടയർമെന്റ് പീരീഡ് ആണ്, ഒരു വിരക്തിയുടെ പീരീഡ് ആണ്. ഇതിനെ നമ്മൾ വാനപ്രസ്ഥം എന്ന് പറയുന്നു. പിന്നെ വരുന്ന 25 വർഷം 75 മുതൽ 100 വയസ്സ് വരെയുള്ള മരണം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സന്യാസമാണ്. വനത്തിലൊക്കെ പോയിട്ട് സന്യാസം ചെയ്യുന്നത്. അപ്പൊ ചില ആളുകള്, ഋഷിമാരായിട്ടുള്ള ആളുകള് ഈ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ ഈ ബ്രഹ്മചര്യം തുടർന്നു പോവുകയും അതിനെ തുടർന്ന് പിന്നീട് അവര് സന്യാസത്തിലേക്കും വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഈ സന്യാസ ജീവിതത്തോട് അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തോട് വിരക്തി തോന്നി വിവാഹം ചെയ്യണമെന്ന ആഗ്രഹം തോന്നിക്കഴിഞ്ഞാല് ഇവർ ഒരു പശുവുമായിട്ട് കന്യകമാരുള്ള വീട്ടിൽ പോയിട്ട് ഈ കന്യകയുടെ അച്ഛന് ഈ പശുവിനെ കൊടുക്കുകയും പകരം കന്യകയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആർഷവിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ നല്ല പ്രായ വ്യത്യാസമൊക്കെയുള്ള ഒരു മുനിയെയാണ്, ഋഷിയെയാണ് ഇതിൽ വിവാഹം കഴിക്കാനായിട്ട് ലഭിക്കുന്നത് ഒരു പെൺകുട്ടിക്ക്. അപ്പൊ ഇതിനെയാണ് ആർഷവിവാഹം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് പ്രജാപത്യ വിവാഹം എന്ന് പറയുന്നത്. പ്രജാപത്യ വിവാഹം കുടുംബധർമ്മം പാലിക്കുമെന്ന പ്രതിജ്ഞയോട് കൂടിയിട്ട് ഒരു വ്യക്തിക്ക് ഒരു പുരുഷന് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ് പ്രജാപത്യ വിവാഹം. ഇത് സാധാരണഗതിയിൽ എലൈറ്റ് ക്ലാസ്സിനിടയിലുള്ള വിവാഹ രീതിയായിരുന്നു. മറ്റൊന്നാണ് ഗാന്ധർവ വിവാഹം. ഇതൊരു ടൈപ്പ് ഓഫ് ലവ് മാരേജ് ആണ്. അതായത് പരസ്പര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം ചെയ്യാവുന്ന രീതിയാണ് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ഈ ഗാന്ധർവ വിവാഹം വരെയുള്ള രീതികളാണ്. അതായത് മുകളിലെ 5 രീതികൾ മാത്രമാണ് അഭിലഷണീയമായി കണക്കാക്കപ്പെടുന്നത്. ഇതിനു ശേഷമുള്ള 3 വിവാഹ രീതികള് പൈശാചികമായിട്ടുള്ള മോശമായിട്ടുള്ള വിവാഹ രീതികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് രാക്ഷസ വിവാഹമാണ്. രാക്ഷസ വിവാഹം എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ട് പോയിട്ട് വിവാഹം ചെയ്യുന്നതിനെയാണ് രാക്ഷസ വിവാഹം, അതായത് തട്ടിക്കൊണ്ടുപോയിട്ട് വിവാഹം ചെയ്യുന്നത്. അതാണ് രാക്ഷസ വിവാഹം. ഇനി വളരെ ക്രൂരമായിട്ടുള്ള മറ്റൊരു രീതിയാണ് പൈശാച വിവാഹം എന്ന് പറയുന്നത്. ഈ പൈശാച വിവാഹത്തില് സ്ത്രീയുടെ കൺസെന്റ് ഒന്നും ഇല്ലാതെ സ്ത്രീയെ ബലാത്കാരം ചെയ്ത് ശാരീരികമായിട്ട് കീഴടക്കിക്കൊണ്ട് പിന്നീട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വെർജിനിറ്റി നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും കുലത്തിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ ഈ ബലാത്കാരം ചെയ്ത വ്യക്തി വിവാഹം കഴിക്കുന്നു. ഈ രീതിയാണ് പൈശാച വിവാഹം എന്ന് പറയപ്പെടുന്നത്. അപ്പോ ഇതാണ് പൊതുവെ നമ്മളുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 8 ടൈപ്സ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്. മുഗൾ കാലഘട്ടത്തില് അതായത് ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ചായിരുന്നു വിവാഹങ്ങൾ നടന്നിരുന്നത്. പ്രധാനമായിട്ടും വിവാഹ മൂല്യം അഥവാ മഹർ നൽകിക്കൊണ്ട് ഒരു പെൺകുട്ടിയുടെ പിതാവിന്റെ അനുമതിയോടുകൂടി വിവാഹം ചെയ്യുന്ന രീതിയാണ്. വധുവിന്റെ സമ്മതം വിവാഹത്തിന് പ്രധാനമായിരുന്നു. ഇനി ചില സാഹചര്യങ്ങളിൽ പുരുഷന് 4 ഭാര്യമാരെ വരെ സ്വന്തമാക്കാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. വിവാഹമോചനം, തലാഖ് എന്ന ഒരു വിവാഹമോചന രീതി മുഗൾ കാലഘട്ടത്തിലും നിലവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പിതാവിന്റെ സ്വത്തില് ഇസ്ലാമിക നിയമപ്രകാരം അവകാശമുണ്ടായിരുന്നു. ഇതാണ് മുഗൾ കാലഘട്ടത്തിലെ എടുത്തു പറയാവുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് രാജകൊട്ടാരത്തിലും അതുപോലെ തന്നെ
പ്രഭു കുടുംബങ്ങളിലേക്ക് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും രാഷ്ട്രീയ സ്വാധീനവും എല്ലാം ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ മുഗൾ പീരീഡ് എന്ന് പറയുന്നത്. സാധാരണ സ്ത്രീകൾ പക്ഷെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ പക്ഷെ കുടുംബങ്ങളിൽ ഒതുങ്ങിയുള്ള ഒരു ജീവിതമായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. നമുക്ക് നൂർജഹാനെ പോലെയുള്ള സ്ത്രീകൾ, അതുപോലെ റസിയ സുൽത്താനയെ പോലെയൊക്കെയുള്ള സ്ത്രീകൾ ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെട്ടതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന ഫാക്ട്സ് ആണ്. അപ്പോൾ ഇനി വിവാഹം, നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്സ് ഓഫ് മാരേജ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന വിവാഹത്തിന്റെ പല രീതികൾ, ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്.